കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതയാണ് ക്ഷേത്രപാലകൻ. ശിവന്റെ ഭൂതഗണങ്ങളിൽ ഭീകരഭാവത്തിലുള്ള മൂർത്തിയാണ് ക്ഷേത്രപാലൻ. ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തോടൊപ്പം ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന മൂർത്തിയും കൂടിയാണ് ക്ഷേത്രപാലൻ. മലബാറിലെ എല്ലാ അമ്പലങ്ങളിലെയും ക്ഷേത്രപാലകരിൽ മുഖ്യസ്ഥാനം കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രപാലകനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ക്ഷേത്രപാലന്റെ പ്രതിഷ്ഠ. 3 അടി ഉയരമുള്ള പീഠത്തിൽ 12 അടി ഉയരമുള്ള ഈ പ്രതിഷ്ഠ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള പ്രതിഷ്ഠയാണെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രപാലനെ തൊഴുതിട്ട് വേണം ദേവിയെ തൊഴാൻ എന്നൊരു വിശ്വാസം നിലവിലുണ്ട്. ക്ഷേത്രപാലനെ തൊഴുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. പാദം തൊട്ട് മേൽപോട്ട് ശിരസ് വരെ വേണം കണ്ടു തൊഴാൻ. ക്ഷേത്രപാലനുള്ള വഴിപാടുകളിൽ മുഖ്യം ചമയ വഴിപാടാണ്. 101 തേങ്ങ തൃപ്പടികളിൽ എറിഞ്ഞു ഉടയ്ക്കുക, 101 വസ്ത്രം സമർപ്പിക്കുക, മുഖത്ത് ചന്ദനം ചാർത്തുക, ഇതൊക്കെ ചമയ വഴിപാടിന്റെ ചടങ്ങുകളാണ്. ക്ഷേത്രപാലന്റെ നിവേദ്യം പുളിഞ്ചാമൃതം എന്നറിയപ്പെടുന്നു. ശർക്കരയും തൈരും പുളിയും ചേർത്ത് തയ്യാറാക്കുന്ന ഈ നിവേദ്യം ഇവിടുത്തെ മാത്രം സവിശേഷതയാണ്. ഇത് വെള്ളം ചേർത്ത് തണ്ണീരാമൃതം എന്ന പേരിൽ ഭക്തർക്ക് നൽകുന്നു. ബാധോപദ്രവങ്ങൾ തീരാൻ ചമയ വഴിപാട് ഉത്തമമെന്ന് കരുതപ്പെടുന്നു. ദേവിക്ക് തുലാഭാരം നടത്തുന്നത് ക്ഷേത്രപാലന്റെ നടയിലാണ്. അതുപോലെ ക്ഷേത്രത്തിൽ പൂജിച്ച തേങ്ങ ക്ഷേത്രപാലന്റെ നടയിലാണ് മുട്ടറക്കാനായി എറിഞ്ഞുടയ്ക്കുന്നത്. കുലവാഴ, കുരുത്തോല, കരിക്കിൻകുല ഇവയൊക്കെയാണ് ക്ഷേത്രത്തിന്റെ അലങ്കാരങ്ങൾ. ഓം സർവദോഷ പരിഹാരാർത്ഥ ക്ഷേത്രപാലക സമർപ്പിതായ നമോ നമഃ എന്നാണ് ക്ഷേത്രപാലന്റെ മന്ത്രം.